എന്നാൽ ഈ സലാം പറയാൻ പാടില്ല എന്നുള്ള നമ്മൾ മാത്രം, ഈ സുന്നികൾ മാത്രം, കാന്തപുരത്തിന്റെ ആൾക്കാർ മാത്രം പറഞ്ഞുണ്ടാക്കിയ അല്ല സഹോദരന്മാരെ. ഇമാം നവവി റഹ്മഹുല്ലാ, ആരാണ് ഇമാം നവവി തങ്ങൾ നിങ്ങൾക്കറിയോ? 45 കൊല്ലമാണ് ആകെ ലോകത്ത് ജീവിച്ചത്. അദ്ദേഹം കല്യാണം പോലും കഴിച്ചിട്ടില്ല. 45 കൊല്ലം ജീവിച്ച ഇമാം നവവി തങ്ങൾ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ ഏടുകൾ നോക്കിയാൽ ഒരു ദിവസത്തിന് 16 പേജ് കണ്ട് ഗ്രന്ഥം രചിച്ച മഹാനാണ് അദ്ദേഹം. ഗ്രന്ഥം രചിക്കുന്ന സമയത്ത് വിളക്ക് കെട്ടുപോയ സമയത്ത് അദ്ദേഹത്തിന്റെ കൽവിരൽ പ്രകാശിച്ചതായി ചരിത്രങ്ങളിൽ കാണാം. ഇത്രയും വലിയ മഹാനാണ്. ആ ഇമാം നവവി തങ്ങൾ ഒരിക്കങ്ങനെ ഇരിക്കുമ്പോ ബാത്റൂമിൽ പോയി മൂത്രയിക്കാൻ. അങ്ങനെ ബാത്റൂമിൽ പോയി തിരിച്ചു വന്ന് നോക്കുമ്പോ തന്റെ തൊപ്പി എടുത്തിട്ടുണ്ട് ഒരു കള്ളൻ ഇങ്ങനെ ഓടുന്നു. തൊപ്പിയിട്ട് ഓടുകയാണ്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? പടച്ചോനെ വെച്ചുത്തി വീടെങ്കിൽ വിചാരിച്ചല്ലോ നേർച്ചയാക്കും. ഇമാം നവവി എന്താ ചിന്തിച്ചത്? പടച്ചവനെ എന്റെ തൊപ്പി കട്ടത് കൊണ്ട് ഇവൻ ആഖിറത്തിൽ പരാജയപ്പെട്ടു പോകുമല്ലോ. കാരണം കട്ട സാധനം മുഴുവനും തലയിൽ വെച്ച് വരുന്നൊരു ഹദീസുണ്ട്. അപ്പൊ ഈ തൊപ്പി കട്ടായി കട്ട തൊപ്പിയേറ്റവും വരേണ്ടി വരും. അപ്പൊ അള്ളാഹുവിന്റെ അടുക്കൽ അവൻ മോശമായി പോകുമല്ലോ, അവനെ രക്ഷപ്പെടുത്താൻ എന്തുണ്ട് മാർഗം? ഇമാം നവവി ചിന്തിച്ചു, പൊരുത്തപ്പെട്ടു കൊടുക്കുക തന്നെ. പൊരുത്തപ്പെട്ടു കൊടുത്തു, തൊപ്പി പൊരുത്തപ്പെട്ടു കൊടുത്തു. പക്ഷെ പൊരുത്തപ്പെട്ടു കൊടുത്തിട്ട് സമാധാനമല്ല. ഞാൻ പൊരുത്തപ്പെട്ട വിവരം അദ്ദേഹം അറിയില്ലല്ലോ, കള്ളൻ ഇപ്പോഴും കള്ളൻ തന്നെയല്ലേ, അതുകൊണ്ട് പൊരുത്തപ്പെട്ട വിവരം അദ്ദേഹത്തിന് അറിയിക്കണം. ഇഖ്ലാസിന്റെ കടുപ്പം നോക്ക്. ഇമാം നവവി എന്ത് ചെയ്തു? ഫോൺ വിളിച്ചറിയിക്കാനുള്ള സംവിധാനമില്ല. ഇമാം നവവി കള്ളൻ ഇങ്ങനെ ഓടുന്നത് കാണുന്നുണ്ട്. ഇമാം നവവി പിന്നാലെ ഓടി. എന്തിനാ ഓടിയത്? കള്ളനെ പിടികൂടാനല്ല. ഞാൻ നിനക്ക് തൊപ്പി, നീ കട്ട തൊപ്പി പൊരുത്തപ്പെട്ടു എന്നുള്ള വിവരം അറിയിക്കാനാ പോകുന്നത്. കള്ളൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഉടമസ്ഥൻ അതാ പിന്നാലെ വരുന്നു. സ്പീഡ് കൂട്ടി ഓടാൻ തുടങ്ങി. ഇമാം നവവിക്ക് ഓടിയിട്ടെത്തിയില്ല. ഇമാം നവവി എന്ത് ചെയ്തു? ഉറക്കെ വിളിച്ചു പറഞ്ഞു, മോനെ, നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തന്നു, നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തന്നു, നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തന്നു. ഇത് കേട്ടിട്ട് സന്തോഷത്തോടെ ഓടിക്ക മോനെ എന്ന് പറഞ്ഞ ഇമാം നവവി ഇവിടെ ഭിന്നിപ്പുണ്ടാക്കുന്ന ആളാണോ? ഇവിടെ ആശയങ്ങൾ തമ്മിൽ മുട്ടിക്കുന്ന ആളാണോ? ഒരിക്കലുമല്ല. അതേ ഇമാം നവവി തന്റെ അദ്കാറിൽ രേഖപ്പെടുത്തിയതായി കാണാം. അമ്മൽ മുബ്തദിയു, പുത്തൻ പ്രസ്ഥാനക്കാരൻ, ഒമനിക്ക് തറഫദംബൻ അലീമൻ, വലിയ തെറ്റ് ചെയ്തു, വലം യതുബ് മിൻഹു, അതിൽ നിന്ന് പക്ഷാതപിച്ച് മടങ്ങിയിട്ടില്ല. അങ്ങനെയുള്ളവനും ഫയംബഗി, അത്യാവശ്യമാണ്, അല്ലാ യുസല്ലമ അലൈഹിം, അവർക്ക് സലാം പറയാതിരിക്കൽ അത്യാവശ്യമാണ്. വലാ യുറദ്ദ അലൈഹിമുസ്സലാം, സലാം പറഞ്ഞാൽ മടക്കാതിരിക്കലും അത്യാവശ്യമാണ്. കദാ ഖാലഹുൽ ബുഖാരി വഗൈറുഹു മിനൽ ഉലമാ, ഇപ്രകാരം ഇമാം ബുഖാരിയും മറ്റു പണ്ഡിതന്മാരും പറഞ്ഞിരിക്കുന്നു. തന്റെ അദ്കാറിൽ പറഞ്ഞു. ഈ നബി ഇമാം ഇവിടെ ഭിന്നിപ്പുണ്ടാക്കുന്ന ആളാ അല്ല. എന്തുകൊണ്ട്? ഇത്രയും ആശയം പേച്ചുപോയത് ആശയ വൈകല്യമാണ് കർമ്മത്തിലുള്ള വൈകല്യത്തെക്കാൾ ഗൗരവം. ഇങ്ങനെ സലാം പറയാൻ പാടില്ല എന്ന് പുത്തൻ പ്രസ്ഥാനക്കാരും അംഗീകരിച്ചിട്ടുണ്ട്. അവരെഴുതിയ ബുക്ക് നമ്മളെടുത്ത് ഇവിടെ ഉണ്ട്. സലാം പറയാൻ പാടില്ല, പേച്ചവർക്ക് സലാം പറയാൻ പാടില്ല എന്ന് എഴുതിയ ബുക്ക് നമ്മളെ കയ്യിൽ ഇവിടെ ഉണ്ട്. ഈ ആശയം പോലും അംഗീകരിക്കുന്നതിനെ പിന്നെ നിസ്കരിക്കുന്നില്ല. എന്നാലും മുജാഹിദിനോട് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്നോട് ഇങ്ങനെ വല്ലാതെ ഇസ്കാലാക്കിയപ്പോ, അല്ലപ്പോ ഇവർക്കെന്താ കുഴപ്പമുള്ളത്? ഞാൻ ചോദിച്ചു, അല്ല ശരിയാണ്, എന്റെ നാട്ടിൽ നിസ്കരിക്കാത്തൊരു മുജാഹിദുണ്ട്, കൃത്യമായിട്ട് നിസ്കരിക്കുന്നതിന് കാദ്യാനി ഉണ്ട്, ആരാ നല്ലതെന്ന് ചോദിച്ചു. നിസ്കരിക്കാത്തൊരു മുജാഹിദുണ്ട്, കൃത്യമായി നിസ്കരിക്കുന്ന ഒരു കാദ്യാനി ഉണ്ട്, ആരാ നല്ലതെന്ന് ചോദിച്ചു. അപ്പൊ ഇവർക്കും പറയാനുള്ള നിസ്കരിക്കാത്ത മുജാഹിദാന്നാ. എന്തുകൊണ്ട്? കാദ്യാനിന്റെ ആശയം വെച്ചു എന്നാ വരും വാദം. അത് തന്നെ അവൻ പറയുന്നത്. നിസ്കരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, അള്ളാഹുവിന്റെ റസൂൽ ഇവിടെ പരിചയപ്പെടുത്തിയെന്ന ഖുർആൻ ഓതുന്ന പാർട്ടി, നിസ്കരിക്കുന്ന പാർട്ടി, നോമ്പ് പിടിക്കുന്ന പാർട്ടീന. നിസ്കരിക്കാത്ത പാർട്ടി, നോമ്പ് പിടിക്കാത്ത പാർട്ടി, ഖുർആൻ ഓതാത്ത പാർട്ടി എന്നല്ല. ഏത്? നബി സല്ലല്ലാഹു അലൈഹി, ഇതും കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ഒനീമത്ത് സ്വത്ത് ഓഹരി വെക്കുന്ന സമയത്ത് ദുൽഹുവൈസറത്ത് എന്നൊരു പേരായി വന്നിട്ട് റസൂലിനോട് പറഞ്ഞു, ഏതില്ല മുഹമ്മദ്, ഏതില്ല റസൂൽ അള്ളാഹുണ്ട് ഒരു റിവായത്തിൽ, ഏതില്ല മുഹമ്മദ് എന്നുണ്ട് മറ്റൊരു റിവായത്തിൽ. മര്യാദയ്ക്ക് ഓഹരി വെച്ചോ, ഓഹരി വെക്കുന്നതിൽ നീതി കാണിക്കണം എന്നാണ് റസൂലിനെ നീതി അടിപ്പിക്കുകയാണ്. ഇത് കേട്ട സമയത്ത് റസൂലുള്ള ദേഷ്യം പെട്ടുകൊണ്ട് ചോദിച്ചു, ഇല്ലം ഐദിൽ ഫമൻ യഅദിൽ, എടോ ലോകത്ത് നീതി പഠിപ്പിക്കാൻ വന്ന ഞാൻ നീതി കാണിക്കുന്നില്ലെങ്കിൽ ഇവിടെ നീതി കാണിക്കാൻ മറ്റാരാളുള്ളത്? ഇത് കേട്ട സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് ദേഷ്യം പിടിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, യുദൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ എനിക്കൊന്ന് സമ്മതം തരൂ, യുദൻ എനിക്ക് സമ്മതം തരൂ, അദ്രിബു ഉനുക ഹാദൽ മുനാഫിഖ്, ഈ കപട വിശ്വാസിയുടെ പെരടി ഞാൻ വെട്ടട്ടെ, സമ്മതം തരുവോ? ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ്.
ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, വേണ്ട, കാരണം മിന്നഹു യഖ്റുജു മിൻ ലിഹി ഹാദാ ഖൗമുൻ, ഇവന്റെ മുതുകിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ ഇവിടെ വരാനിരിക്കുന്നുണ്ട്. എന്താണ് അവരുടെ സ്വഭാവം? യഖ്റഊനൽ ഖുർആൻ, അവർ ഖുർആൻ നന്നായി ഓതും. ഖുർആൻ ഓതാത്ത പാർട്ടിയല്ല, ഓതുന്ന പാർട്ടിയാണ്. പക്ഷേ വലാകിൻ ലാ യുജാവിദു തറാഖിയഹും, മക തൊള്ളപ്പറച്ചിൽ മാത്രമേ ഉള്ളൂ, ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങൂല. യുഹക്കിറു അഹദുക്കും സ്വലാത്തഹു മാ സ്വലാത്തിഹി, നിങ്ങളെയും അവരുടെയും നിസ്കാരം താരതമ്യം ചെയ്ത് നോക്കിയാൽ നിസ്കാരത്തിൽ നിങ്ങളെക്കാൾ ഉഷാറായിരിക്കും അവർ എന്ന് പറഞ്ഞ് നിസ്കരിക്കുകയും നോമ്പുമൊക്കെ നിങ്ങളെക്കാൾ ഉഷാറാകുന്ന പാർട്ടി എന്ന് പറഞ്ഞ ദുൽഹുവൈസറത്ത് എന്നൊരാള്. ഈ ആളെ പിന്നെ എന്നാ കണ്ടെന്ന് നിങ്ങൾ? ഖവാരിജുമായിട്ട് അലി റളിയല്ലാഹു അൻഹുവിന്റെ യുദ്ധം നടക്കുന്ന സമയത്ത് ഖവാരിജിന്റെ ഭാഗത്ത് വെച്ച് ഇദ്ദേഹം കൊല്ലപ്പെട്ടു. അപ്പൊ ഖവാരിജുകളുടെ കൂട്ടത്തിലാണ് ഇദ്ദേഹം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നിസ്കരിക്കുക, നോമ്പ് പിടിക്കുക തുടങ്ങി ഈ ജാതി വിഷയങ്ങളൊന്നും നോക്കി ആശയം തീരുമാനിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് രക്ഷ കിട്ടണോ? അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ആശയം, ആ റസൂലിൽ നിന്ന് നേരിട്ട് ദീൻ പഠിച്ച സഹാബത്ത് പഠിപ്പിച്ച ആശയം, ആ സഹാബത്തിൽ നിന്ന് നേരിട്ട് ദീൻ പഠിച്ച താബിഈകൾ പഠിപ്പിച്ച ആശയം, ആ താബിഈങ്ങളിൽ നിന്ന് തബഉ താബിഈങ്ങളായി തലമുറയായി ഇങ്ങോട്ട് വന്ന ആശയം ഏതാണോ അതാണ് ശരിയായ ദീന്, അതാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പണ്ഡിതന്മാർ മുഴുക്കെ പ്രഖ്യാപിച്ചത്. അതേ സമയത്ത് മുബ്തദി എന്ന് പറഞ്ഞാലോ, മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തുഹ്ഫയിൽ കാണാം, വിശ്വാസപരമായി അശ്അരി മാതുരീദി ഈ രണ്ട് ഇമാമിങ്ങളിൽ നിന്ന് ഒരാളെയും അംഗീകരിക്കാത്തവരാണ് പുത്തൻ പ്രസ്ഥാനക്കാർ എന്ന് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തുഹ്ഫ എന്ന ഗ്രന്ഥത്തിലും മറ്റു ധാരാളം പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിലും പറഞ്ഞതായി നമുക്ക് കാണാം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലായി അത് അംഗീകരിക്കുവാനും അസത്യം അസത്യമായി മനസ്സിലാക്കി അത് ദൂരീകരിക്കുവാനും നമുക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനിയുടെ ചോദ്യോത്തര അതാണ് തുടങ്ങാൻ പോകുന്നത്. അത് വേണ്ടവർക്കൊക്കെ ചോദിക്കാം, നമുക്ക് ചർച്ച ചെയ്യാം.